എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ ബാലി എയർപോർട്ടിൽ ഇറങ്ങി നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്കാണ്. വഴിയരികിൽ നല്ല നല്ല കാഴ്ചകളുണ്ട്. അത് ഞാൻ വഴിയെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം കേട്ടോ. കർമ്മ കണ്ടകാര എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിലിങ്ങനെ വില്ല പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഒരു വീട് ഇരിക്കുന്ന മാതിരിയാണ് എല്ലാം ഉള്ളത്. അതിൽ ഒരു കിച്ചണും നമുക്ക് ടി വി കാണാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വാഷ്റൂമും ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ ഒരു ഗണപതിയുടെ പിക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരെ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ അപ്സ്റ്റെയറിലുള്ള റൂമിലേക്കാണ്. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അതിലിങ്ങനെ സ്റ്റെയർ കയറുമ്പം തന്നെ 2 ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ വന്ന സമയത്ത് അവർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്, വന്ന ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട്. ഇതായിരുന്നു ബെഡ്റൂം, ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അപ്പം അവരൊരു പുല്ലല്ല, അതുപോലെയുള്ള എന്തോ സാധനം കൊണ്ടാണ് മച്ചൊക്കെ മേഞ്ഞിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കബേർഡ് ഉണ്ടായിരുന്നു, അതിൽ 2 ഗൗണും 2 ചെപ്പൽസും ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പം നേരെ പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് 2 വാഷ് ബേസിനും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഇട്ടിട്ട്. പിന്നെ ഉള്ളതൊരു ബാട്ടബാണ്. അടിപൊളിയാണ്. ഇവിടെയാണ് മക്കളൊക്കെ കിടന്നത്. ഞങ്ങളൊക്കെ താഴത്തായിരുന്നു കിടന്നിട്ടുണ്ടായത്. പിന്നെ അത്യാവശ്യം ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഗണേശനെ വെച്ചിരിക്കുന്നത്. ഇത് കല്ലിൽ കൊത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. എവിടെ ചെന്നാലും ഇവർക്ക് കല്ലിലാണ് അവർ ഓരോ പ്രതിമയും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഈ ചെക്കിയും ചെമ്പകവും കാര്യങ്ങളൊക്കെ അവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസായിട്ട്, എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ട് തന്നെ എല്ലാം ഉണ്ട്. ബെഡ്റൂമൊക്കെ നീറ്റായിട്ട് അവർ എല്ലാ ദിവസവും വന്ന് അടിച്ചുവാരി തുടക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നീറ്റായിട്ട് അവർ തന്നെ വെക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം പിള്ളേരൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ എടുത്ത വീഡിയോസാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സായി കിടക്കാത്തത്. അപ്പോൾ ഇവിടെ ഒരു അലമാരയും കാര്യങ്ങളും 2 ഗൗണ് 2 സ്ലിപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ലോക്കറില്ല, കാരണം മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമാണ് ലോക്കർ ഉണ്ടായത്. പക്ഷേ കബേർഡുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിലും, എക്സ്ട്രാ വേറെ കബേർഡും. ഇതാണ് ആ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. അവരൊരു ബോഡി ആൻഡ് ഹെയർ വാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ഒരു കോംബോ പോലെയാണ് ഒരു ബോഡി വാഷും ബോഡി വാഷും ഹെയർ വാഷും ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷണറും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വാഷ് ബേസിൻ ഏരിയ ആണ്. അവിടെ പിന്നെ 2 ഗ്ലാസും പിന്നെ ഒരു സോപ്പും പിന്നെ എനിക്ക് തോന്നുന്നത് ബോഡി ലോഷനാണ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ വെച്ചിട്ടുണ്ട്, ബഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലൈവ്, എന്താ പറയുക, നമുക്കൊരു ഓപ്പൺ ഷവറിങ് ഏരിയ ആണ്. അതായത് നമുക്ക് ഈ ഒരു ഏരിയയിൽ മേലെ ഒന്നും ഉണ്ടാവില്ല, ക്ലോസ് ചെയ്തിട്ടല്ല, ഓപ്പൺ ആയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഒന്ന് പേടിക്കണം, കാരണം ഇവിടെ മങ്കികൾ കുറേ ഉള്ള സ്ഥലമാണ്. അപ്പം പക്ഷെ നല്ല രസമാണ്. ഈ കാണുന്ന വാതിലെന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ പുറത്തിറങ്ങി നമ്മുടെ വില്ലക്കകത്ത് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്പേസിൽ ഉള്ളൊരു ഡോറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പ്രൈവറ്റഡ് ആയിട്ടാണ്. അപ്പോൾ പുറത്തിറങ്ങി മേലെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാട്ടോ. അത് കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചത്. ഈ 2 കാണുന്നതാണ് ഞങ്ങളുടെ ഒരു വില്ലക്കകത്തുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. പിന്നെ നേരെ ഞാൻ പോകുന്നത് പൂളാണെങ്കിലും പ്രൈവറ്റാണ്. അതായത് നമുക്ക് ക്ലോസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. ഒരു വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ പൂളൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലെയാണ്. ആകെ പേടിക്കേണ്ട ഒരു കാര്യം മങ്കി വരുന്നത് മാത്രമാണ്. പിന്നെ ഇതുപോലെ എല്ലാം ഗ്ലാസ് ഇട്ടിട്ട് ഇരിക്കുകയാണ്. പിന്നെ കേട്ടനിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു 2 സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഈ ഒരു ഗ്ലാസിൻ്റെ പിന്നിൽ ഒരുപാട് ചിത്രങ്ങൾ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു വലിയ ടി വി തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പിക്ചറും കാര്യങ്ങളൊക്കെ വോളിൽ കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണെങ്കിലും നമുക്ക് പുറത്ത് പോയി കഴിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിള്ളേരൊക്കെ ഉണ്ടാകുമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുക്ക് ചെയ്യാനും പിടിക്കാനും ഒക്കെ. പക്ഷെ നമ്മൾ ഈ വരുന്നത് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസങ്ങളും ഞങ്ങൾ 2-3 പേര് പുറത്ത് പോയി കഴിച്ചിട്ട് ബാക്കിയുള്ളവർ അവിടെ തന്നെ, പിള്ളേർക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുമായിരുന്നു ചെയ്തത്. ഈ പാലും ബ്രെഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം ഗ്ലാസ്, പ്ലേറ്റ്, സ്പൂണ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കെറ്റിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് 2 പാത്രങ്ങളുണ്ടായിരുന്നു, വലിയ സ്റ്റീലിൻ്റെ പാത്രം. അത് ഞാൻ സത്യം പറഞ്ഞാൽ കാണിക്കാൻ വിട്ടുപോയി. നല്ല വെയിറ്റുള്ളൊരു പാത്രമായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിലും അത്യാവശ്യം അവർ ഈ കോക്കും സ്പ്രൈറ്റ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങളെടുത്തില്ല, ഞങ്ങൾ സെപ്പറേറ്റ് എല്ലാം വാങ്ങിക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ഇവിടെയും അവർ ലിക്കറും കാര്യങ്ങളും
സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തൊട്ടാൽ കൈ പൊള്ളുന്നുള്ളതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. പിന്നെ അത് തൊട്ടപ്പുറം ഒരു ഫിൽറ്ററും കൂടി ഉണ്ടായിരുന്നു, അതും കാണിക്കാൻ വിട്ടു. പിന്നെ അതേ കിച്ചണിൽ ഇരിക്കുന്ന ഏരിയയിൽ നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ ബാത്തിങ് ഏരിയ ഇല്ല, അല്ലാതെ ഒരു ക്ലോസറ്റും വാഷ് ബേസിൻ ഏരിയയും ഉണ്ടായിരുന്നു. ഇതൊരു സ്റ്റോർ റൂമാണ്. നമ്മുടെ മൺചിത്രത്താഴൊക്കെ പറയുന്ന പോലെ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. പിന്നെ അവിടെ തന്നെ നേരെ പുറത്തേക്കൊരു ഡോർ ഉണ്ടായിരുന്നു, അത് നേരെ ഞാൻ രണ്ടാമത് കാണിച്ചില്ല, അപ്സ്റ്റെയറിൻ്റെ തൊട്ട് താഴത്തുള്ള റൂമിലേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.